പാലാ നഗരസഭാ കൗൺസിൽ യോഗം. കൊട്ടാരമറ്റം കംഫർട്ട് സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾക്ക് തീരുമാനം. പാലാ നഗരസഭാ കൗൺസിൽ യോഗം ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കൊട്ടാരമറ്റം കംഫർട്ട് സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനും അപകട ഭീഷണി ഉയർത്തുന്ന ബോർഡ് നീക്കം ചെയ്യുവാനും തീരുമാനമായി. കൊട്ടാരമറ്റം വാർഡ് കൗൺസിലർ ബിജു മാത്യൂസ് ഉന്നയിച്ച വിഷയങ്ങളിലാണ് കൗൺസിൽ നടപടി സ്വീകരിച്ചത്. സ്റ്റേഷന്റെ വൈദ്യുതി കുടിശ്ശിക മൂലം 2 ദിവസമായിട്ട് വൈദ്യുതി കട്ട് ചെയ്യാൻ വേണ്ടി വന്നു. കൗൺസിലർ കത്ത് നൽകിയാണ് ഇത് നിലനിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇതേ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് ചുമതലപ്പെട്ട ആള് വൈദ്യുതി ചാർജ് അടയ്ക്കാതെയാണ് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിലേക്ക് നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനുള്ള തീരുമാനം ഉണ്ടാകണം. കാരണം വൈദ്യുതി കുടിശ്ശിക വരുത്തിയതിനു ശേഷം മുൻ കരാറുകാരൻ പോയിരിക്കുന്നു. ആ ടോയ്ലറ്റ് ബ്ലോക്കിലെ സാമഗ്രികൾ അങ്ങേയറ്റം നശിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ റവന്യൂ റിക്കവറി എടുക്കാനുള്ള നടപടി വില്ലേജിലേക്ക് കൊടുക്കണം. നമുക്കിവിടെ ഡിപ്പോസിറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ടോയ്ലറ്റ് റിപ്പയർ ചെയ്ത് ഹാൻഡികാപ്പ് ടോയ്ലറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷമേ ഇനി പുതിയ കരാറായിട്ട് അടുത്ത ആൾക്ക് നമ്മൾ കൊടുത്താൽ ശരിയാകുന്നുള്ളൂ. കാരണം പാലാ മുനിസിപ്പാലിറ്റിയിൽ ദൈനംദിനം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉള്ള ആൾക്കാർ വരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ വരുമ്പോൾ അത് പാലായുടെ ഒരു മുഖമാണ്. വൃത്തിയുള്ള ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുക. പുതിയ കൗൺസിൽ വന്ന് നമുക്ക് ഇന്നും ആ ബസ് സ്റ്റാൻഡിന്റെ കോംപ്ലക്സ്, അതായത് ആ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ പിറകിലുള്ള വൃക്ഷങ്ങൾ ഇന്ന് വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുക. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. കംഫർട്ട് സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്തുക, അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു മാറ്റുക, കാലപ്പഴക്കത്തിൽ തുരുമ്പേറ്റ വലിയ ബോർഡ് നീക്കം ചെയ്യുക എന്നിവയാണ് തീരുമാനങ്ങൾ. യോഗത്തിൽ കൗൺസിലർ സിജി ടോണി കൊട്ടാരമറ്റത്തെ കംഫർട്ട് സ്റ്റേഷന്റെ ദുരവസ്ഥയ്ക്കും മരങ്ങൾ വളർന്ന് അപകട സാധ്യത ഉയർന്നതിനും കഴിഞ്ഞ ഭരണസമിതിയാണ് ഉത്തരവാദിയെന്ന് ആരോപിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാവ് ബിജു പാലുപടവനും ഭരണപക്ഷ കൗൺസിലർ ബിനു പുളിക്കക്കണ്ടവും കഴിഞ്ഞ ഭരണസമിതിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിലുപരി നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ടു പോകണമെന്നും അഭിപ്രായപ്പെട്ടു. ഇവിടെ റൂം തിരിച്ചേൽപ്പിച്ചതിന്റെ പൈസ കൊടുക്കാറുണ്ട്, കോൺട്രാക്ടർമാർക്ക് കൊടുക്കാറുണ്ട്. ഈ മുഴുവൻ ബാധ്യതകളും കാണിച്ച് നഗരസഭയുടെ നിലവിലെ അസറ്റും കാണിച്ച് അടുത്ത ഒരു ഏകദേശം 10 ദിവസം കൊണ്ട് അതൊരു തീരുമാനം എടുക്കണം. അത് പ്രശ്നപ്പെടുത്താം. പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ കൗൺസിൽ അംഗങ്ങൾ തീരുമാനം കയ്യടിയോടെ പാസാക്കി. കഴിഞ്ഞ ഭരണസമിതി കാലത്തെ കൊട്ടാരമറ്റം വാർഡ് കൗൺസിലറായിരുന്ന ലീന സണ്ണി തന്റെ കാലയളവിൽ വാർഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നഗരസഭാ ഉദ്യോഗസ്ഥരിൽ നിന്ന് ആവശ്യമായ സഹകരണം ലഭിച്ചില്ലെന്നും ആരോപിച്ചു. പക്ഷേ ഇവിടുന്ന് നമ്മുടെ സ്റ്റാഫിന്റെ ഭാഗത്തുള്ള സപ്പോർട്ട് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ ഞാൻ പറയുന്നത് സംസാരിക്കില്ലേ, സ്കൂളുണ്ട് കൗൺസില് ചെറുക്കാൻ ഞാൻ നിർത്തുക, ചെറുതാക്കി ഞാൻ പറയും.
ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം മുൻ ഭരണസമിതിയുടെ വീഴ്ചകൾ പരിഹരിച്ച് നിലവിലെ ഭരണസമിതി എല്ലാ കൗൺസിലർമാരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കി. ഭരണസമിതിയുടെ വീഴ്ചയാണ്, ആ വീഴ്ച അംഗീകരിക്കണം. കഴിഞ്ഞ തവണയുള്ള കൗൺസിലർ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു കൗൺസിലറായിട്ട് പോലും കൗൺസിലറിന് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് സ്റ്റാഫിനെ അവർക്ക് ഒരുമിച്ച് നടത്താൻ പറ്റില്ല, അവർക്ക് ചെയർമാന്റെ സമയം കിട്ടിയില്ല എന്ന് പറയുന്നത് അവരുടെ വീഴ്ചയായിരിക്കാം. പക്ഷെ ആ വീഴ്ച നമ്മളവിടെ അംഗീകരിക്കണം. നമ്മൾക്ക് ഇപ്പോൾ ഉള്ള വിഷയം, നമ്മൾ കഴിഞ്ഞ തവണ സെക്യൂരിറ്റി വാങ്ങാണ്ട് കൊടുത്ത ഒരു പ്രോബ്ലമാണ് ഇവർക്ക് ഏറ്റവും വലിയ വിഷയമായി മാറിയിരിക്കുന്നത്. നമ്മൾക്ക് അപ്പൊ എഗ്രിമെന്റ് ഇല്ലാത്ത സമയത്ത് എഗ്രിമെന്റ് വെച്ചിരുന്നെങ്കിൽ അപ്പോൾ അവിടെയുള്ള കൗൺസിലിന്റെ അപ്പോഴത്തെ കമ്പൾസേഷന്റെ അവസ്ഥ എത്ര എണ്ണം തുറന്ന് പ്രവർത്തിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്കറിയാം. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു റവന്യൂ റിക്കവറി നടത്താൻ വളരെ പാടാണ്. അത് നമ്മൾ മനസ്സിലാക്കി ഇനി വരുമ്പോൾ അടുത്ത ആൾക്ക് കൊടുക്കുമ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെച്ച് കറക്റ്റ് ആയിട്ട് എഗ്രിമെന്റ് വെച്ച് നോക്കാൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഭരണസമിതി ഉള്ളതിന് 26 പേര് അതിന് പൂർണ്ണമായി അത് നോക്കണം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആരോഗ്യം, പൊതുമരാമത്ത് എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിമാരും നോക്കണം. അതാണ് നമ്മൾ ഇതിനൊപ്പം കൗൺസിലർ ബിജു പുളിക്കക്കണ്ടം അവതരിപ്പിച്ച ധവളപത്രം പുറത്തിറക്കണമെന്ന പ്രമേയവും യോഗത്തിൽ ചർച്ചയായി. നഗരസഭ ഒരു നോട്ടപ്പുള്ളിയായി മാറുമെന്നും അതിവിടുത്തെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഭാവി ബാധിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം പറഞ്ഞു, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നഗരസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വരുന്നത്. അതുകൊണ്ടൊരു മാതൃക നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ലാന്നാണ്. ഞാൻ അദ്ദേഹത്തോട് വ്യക്തമായി പറഞ്ഞു, ഞാൻ ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് എ ജയശങ്കർ അടക്കം പല മേഖലയിലുള്ളവരുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ നിർദ്ദേശം മാനിച്ചോളാൻ ഞാൻ ആവശ്യപ്പെടുകയും. ധവളപത്രം എത്രയും വേഗം പുറത്തിറക്കുമെന്ന് ചെയർപേഴ്സൺ ഉറപ്പു നൽകി. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. i4 ന്യൂസ്, പാലാ.